നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ സ്ഥാനാർത്ഥി ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക്. വി.എസ്. ജോയിക്കും ആര്യാടൻ ഷൌക്കത്തിനുമായി മുസ്ലിം ലീഗിലെ ഇരുവിഭാഗങ്ങൾ വാദിക്കുന്നു. ഷൌക്കത്തിനെ പിണക്കിയാൽ കോൺഗ്രസിലെ എ ഗ്രൂപ്പ് ഇടയുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. മണ്ഡലം നഷ്ടപ്പെടരുതെന്ന് കോൺഗ്രസിന് ലീഗ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. മണ്ഡലത്തിൽ സ്വതന്ത്രരെ പരീക്ഷിക്കാനാണ് സിപിഐഎമ്മിന്റെ നീക്കം. നിലമ്പൂരിൽ ഏപ്രിൽ 20-നകം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. DCC പ്രസിഡന്റ് വി.എസ്. ജോയിയും KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്തുമാണ് അവസാന പട്ടികയിലുള്ളത്. രണ്ടുപേർക്കും വേണ്ടി കോൺഗ്രസിലും മുസ്ലിം ലീഗിലും നേതാക്കൾ ആവശ്യമുന്നയിക്കുന്നുണ്ട്. നിലമ്പൂരിലെ ജയവും ഭൂരിപക്ഷവും അനിവാര്യമാണെന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് കോൺഗ്രസ് ആണെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ജയവും ഭൂരിപക്ഷവും അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവ് ആദ്യമുണ്ടാകേണ്ടത് കോൺഗ്രസിന് തന്നെയാണ്. ഐക്യജനാധിപത്യത്തിലൂടെ നയിക്കുന്നത് അവരാണ്. കോൺഗ്രസ് നടത്തിയ സർവേയിൽ ജോയിക്ക് മുൻഗണന ലഭിച്ചെങ്കിലും ആര്യാടൻ മുഹമ്മദിന്റെ മകനെന്ന ആദരവും മണ്ഡലത്തിലെ സ്വാധീനവും ഷൌക്കത്തിന് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. PV അൻവറിന്റെ പിന്തുണയും ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ടുകളും വി.എസ്. ജോയിക്ക് അനുകൂലമാകുമെന്ന് മറുവിഭാഗവും പറയുന്നു. CPIഎമ്മിന്റെ തോൽവിയിൽ കുറഞ്ഞതൊന്നും അൻവർ ലക്ഷ്യം വെക്കുന്നില്ല. അതിനാൽ ആര് സ്ഥാനാർത്ഥിയായാലും അൻവറിന്റെ പിന്തുണയുണ്ടാകുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. അതേസമയം LDFിലും സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ U. ഷറഫ് അലി, പ്രൊഫസർ തോമസ് മാത്യു എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. റിപ്പോർട്ടർ, മലപ്പുറം.